ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പ്രിംഗ് റോൾ ചെയ്ത് നോക്കാം. ഇത് നല്ല ക്രിസ്പിയാണ്, ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. ഇതിന് വേണ്ടിയിട്ടുള്ള സ്പ്രിംഗ് റോൾ ഷീറ്റ് ഉണ്ടാക്കാനായിട്ട് കുഴയ്ക്കുകയും പരത്തുകയും ഒന്നും വേണ്ട. ജസ്റ്റ് കുറച്ച് മാവൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കോരി ഒഴിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പം ഈ ടേസ്റ്റിയും ക്രിസ്പിയും ആയിട്ടുള്ള സ്പ്രിംഗ് റോൾ എങ്ങനെയാണ് ഈസി ആയിട്ട് വീട്ടിൽ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ സ്റ്റഫിങ് റെഡിയാക്കാനായിട്ട് ഞാൻ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പൊടിയായിട്ട് അരിഞ്ഞതും 1 ടേബിൾ സ്പൂണ് സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. വൈറ്റും ഗ്രീനോട് ചേർന്ന പോർഷൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു 1-2 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റുന്നുണ്ട്. ഞാനിതിൽ ചിക്കൻ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വെജ് സ്പ്രിംഗ് റോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ചിക്കൻ്റെ പാർട്ടങ്ങ് സ്കിപ്പ് ചെയ്താൽ മതി. ഞാൻ 1 കപ്പോളം കുക്ക് ചെയ്തിട്ട് ഷ്രെഡ് ചെയ്തേക്കുന്ന ചിക്കനാണ്. ചിക്കൻ കുക്ക് ചെയ്യാൻ നേരം സോൾട്ടും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ചിക്കൻ ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് 1 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് ക്യാപ്സിക്കം, 1/2 കപ്പ് ഒനിയൻ, 1 കപ്പ് ക്യാബേജ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് സോൾട്ടും 1 ടീസ്പൂണോളം വിനാഗിരിയും ചേർക്കുന്നുണ്ട്. ചിക്കൻ പൗഡർ 1 ടീസ്പൂണ്, 1 ടേബിൾ സ്പൂണോളം ചില്ലി സോസും 1 ടേബിൾ സ്പൂൺ സോയ സോസും ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കെച്ചപ്പ് ചേർക്കുവാണ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം പെപ്പർ പൗഡർ ഇടുവാണ്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ സ്പ്രിംഗ് റോളിൻ്റെ ബേസിക് സ്റ്റഫിംഗ് ആയിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തേക്കുന്നത്. ഇതിനി ഇവിടെ ഇരുന്നൊന്ന് തണക്കട്ടെ. അന്നേരത്തേക്ക് നമുക്ക് ഈ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ്സ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് 1 മുട്ട, ആവശ്യത്തിന് ഉപ്പ്, ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂണോളം ഷുഗറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ, 1 കപ്പ് കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല തിന്നായിട്ടുള്ളൊരു ബാറ്ററായിട്ട് നമുക്കിത് നല്ലപോലെ കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം എനിക്ക് ഒരു 1.5 കപ്പോളം വെള്ളം വേണ്ടി വന്നു ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാനായിട്ട്. ഇനി അഥവാ നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ലൂസായി പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൊടിയൊക്കെ ഇട്ട് നിങ്ങൾക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് നല്ല തിൻ ബാറ്റർ ആണെങ്കിലും ഇതുപോലെ ഈ സ്പൂണിൽ അത് കോട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഈ നോൺ സ്റ്റിക്ക് പാനിലേക്ക് കുറച്ചൊരു ഓയിൽ കൊടുത്തിട്ട് അതൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ ആദ്യം ഒന്ന് ഇട്ടിട്ട് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാൻ നേരത്തെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ഇരുന്ന് ഒന്ന് കുക്ക് ചെയ്ത് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിട്ട് വരുമ്പോഴത്തേനും നമുക്കിതുപോലെ ഒന്ന് സൂക്ഷിച്ച് ഇതൊന്ന് എടുത്തിട്ട് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ തിരിച്ചും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു 1-2 മിനിറ്റിനുള്ളിൽ നമുക്കിത് നല്ലപോലെ റെഡി ആയി കിട്ടും. ഇത് കണ്ടോ, ഇതുപോലെ സ്റ്റിക്കി ഒന്നും ആകാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഷീറ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇത് നമ്മൾ ഒന്ന് കോൺഫ്ലവർ ഡസ്റ്റ് ചെയ്ത ബട്ടർ പേപ്പറിലോ പ്ലേറ്റിലോ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് കോൺഫ്ലവർ ഡസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇനി ഉണ്ടാക്കുന്ന ഷീറ്റ്സ് എല്ലാം നമ്മൾ ഇതിൻ്റെ മുകളിലാണ് ഇടുന്നത്. ഇനി അടുത്ത രീതി എന്ന് പറഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ കിടന്നിരുന്ന പാനിലേക്ക് കുറേയേറെ ബാറ്റർ ഒഴിച്ചു കൊടുത്ത ശേഷം ഇതുപോലെ എക്സ്ട്രാ ഉള്ള ബാറ്റർ ഇതുപോലെ തിരിച്ചൊഴിച്ചെടുക്കാവുന്നതാണ്. അന്നേരം തിന്നായിട്ടുള്ള ഒരു ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ഞാൻ ഇതുപോലെ എല്ലാ ഷീറ്റുകളും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ കോൺഫ്ലോർ ഒക്കെ ഡസ്റ്റ് ചെയ്തുകൊണ്ട് അതൊന്നും ഒട്ടിപ്പിടിക്കാതെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഈ സ്പ്രിംഗ് റോൾ ഷീറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് എക്സ്ട്രാ ഉണ്ടായിരുന്ന ഡസ്റ്റ് ചെയ്തിരുന്ന കോൺഫ്ലോർ എല്ലാം ഒന്ന് തട്ടിക്കളഞ്ഞ ശേഷം ഇതിലേക്ക് നമ്മുടെ സ്റ്റഫിങ് വെച്ച് കൊടുക്കുവാണേ. നിങ്ങൾക്ക് ചെറിയ സ്പ്രിംഗ് റോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇത്രയും സ്റ്റഫിങ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ സൈസിലുള്ള സ്പ്രിംഗ് റോളാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത ശേഷം ഇതൊന്ന് സീൽ ചെയ്യാനായിട്ട് ഈ മൈദയും വെള്ളവും കൂടി ചേർന്ന മിക്സ് നമ്മൾ തൂത്ത് കൊടുക്കുവാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് അതൊന്ന് കവർ ചെയ്യുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള സ്പ്രിംഗ് റോൾ ഷീറ്റ്സും വെച്ച് ഇത് റെഡിയാക്കി എടുക്കാം. ഫോൾഡ് ചെയ്യുന്നത് പകുതി ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് 2 സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൈദയുടെ മിക്സ് തേച്ച് കൊടുത്ത ശേഷം പതുക്കെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതിയേ. ഇതുപോലെ ഞാൻ ബാക്കിയുള്ള റാപ്പുകളെല്ലാം പ്രിപ്പയർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാൻ ഈ സ്പ്രിംഗ് റോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ള ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്യാനായിട്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാമേ. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പം ഒന്ന് ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യുവാണെങ്കിൽ കുറച്ച് നേരം അത് ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും.
അപ്പോൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത ശേഷം ഇതൊരു പേപ്പർ ടവലിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതേ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള സ്പ്രിംഗ് റോള് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.